ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെമ്മീൻ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കാണിക്കാൻ പോകുന്നത്. ചെമ്മീനും കോക്കനട്ടും കൂടി ചേർത്ത് നല്ല അടിപൊളി ചെമ്മീൻ കോക്കനട്ട് ഫ്രൈ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ചെമ്മീൻ്റെ തോടെല്ലാം കളഞ്ഞ് തോടും അതുപോലെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായി കഴുകി എടുത്തിട്ടുള്ള ചെമ്മീനാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മുളക് പൊടി, നമുക്ക് എന്തോരം ചെമ്മീൻ എടുക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ നമുക്ക് പച്ചമുളക് ചതച്ചത് നന്നായി ഒന്ന് ചതച്ചത് ഒരു 3 ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ആ മസാല നന്നായിട്ട് നമ്മുടെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്താവുന്നതിലൊന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ മസാല നന്നായി കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കാം കേട്ടോ. കാരണം അത്യാവശ്യം നന്നായിട്ട് അതിലേക്ക് ആ ഒരു മസാലയൊക്കെ പെട്ടെന്ന് തന്നെ പിടിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഈ ഒരു സൈഡ് ഡിഷ് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ആയിരിക്കുക. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ലേശം മാത്രം ആ ഒരു ചെമ്മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ മുരിച്ചിൽ കൂടുതലായി പോവും. അതുപോലെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്രയധികം ഇങ്ങനെ ഹാർഡാവുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല ഒരു ജ്യൂസി ടെക്സ്ചറൊക്കെ പോയിട്ട് ഭയങ്കര ഹാർഡായി ആ ടേസ്റ്റ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് പോകും കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ഹാർഡാക്കാതെ വേണം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി എണ്ണയിലൊക്കെ ഇട്ടിട്ട് വറുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അപ്പോൾ ഒരു ലേശം എണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അത് വറുക്കാനായിട്ട് വെച്ചു. അപ്പോൾ അത് നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം ഉണ്ടല്ലോ, അതിലോട്ട് നമുക്ക് ഒരു 3/4 കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൽ മസാല കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കുകയാണ്. അപ്പോൾ ആ നാളികേരം ചിരകിയതിലും നന്നായിട്ട് മസാലയൊക്കെ നല്ലതുപോലെ മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ നാളികേരത്തിന് മിക്സ് അവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ചെമ്മീൻ തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒത്തിരി ഹാർഡായിട്ടല്ല, എന്നാൽ 2 ഭാഗവും നന്നായിട്ട് കുക്കാവുന്ന വിധത്തിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒരു സൈഡായി അത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കട്ടെ. ഇനി ഈ ചെമ്മീൻ വറുത്തിട്ടുള്ള ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരവും വറുത്തെടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിൽ തന്നെ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും അതുപോലെ ആ ഒരു ടേസ്റ്റും ഒക്കെ നമ്മുടെ ആ ഒരു നാളികേരം വറുക്കുന്നതിനും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ എടുത്ത് മാറ്റി വെച്ചു. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ മസാല പുരട്ടിയിട്ടുള്ള നാളികേരം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളികേരം മിക്സ് ചെയ്യുന്ന സമയത്ത് മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഉപ്പ് നിർബന്ധമൊന്നുമില്ല, ഉപ്പ് വേണം എന്നുള്ളവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഈ നാളികേരം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കളറൊക്കെ ചെറുതായി ഒന്ന് ചേഞ്ച് ആയിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ മുഴുവനോടെ ഇട്ട് കൊടുത്തത്. ചെറിയ ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനോടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ വലിയ വലിയ ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ നമുക്കത് സെർവ് ചെയ്യുന്ന സമയത്തായാലും അത്യാവശ്യം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ലതുപോലെ ഒന്നുകൂടി സെറ്റായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ
പ്രോൺസ് കോക്കനട്ട് ഫ്രൈ റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു നാളികേരത്തിൻ്റെ മസാലയും ആ ചെമ്മീനും കൂട്ടി കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരു മസാലയും ആ ഒരു ചെമ്മീനും മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചെമ്മീൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.